ശരി, ഇനി നമുക്ക് ഈ പ്രതിഷേധങ്ങളുടെ ഇന്നത്തെ ചിത്രം, ഇന്ന് നിരോധനാജ്ഞയാണ്. മറ്റ് അവലോകന യോഗങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി ഒരു പക്ഷേ പങ്കെടുത്തേക്കും അല്ലേ ഷിബു? അതെ, തീർച്ചയായും. കൽപ്പറ്റ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് അവലോകന യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പിന്നെ നേരത്തെ വാർത്തയിൽ നമ്മൾ ബുള്ളറ്റിൽ പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യം, ഇന്നലെ പ്രതിഷേധങ്ങൾ കനത്തിരുന്നല്ലോ. ആ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. 3 പ്രതികളെ ചേർത്ത്, അതുപോലെ തന്നെ കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെയുമാണ് ഇന്നലെ കേസെടുത്തിട്ടുള്ളത്. വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞു വെച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പോളിന്റെ മൃതദേഹം തടഞ്ഞു വെച്ചു തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തിയാണ് പുൽപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ, പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വാഗേരിയിൽ കടുവ ഇറങ്ങി കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയ നാട്ടുകാർക്കെതിരെ അന്ന് കേസെടുത്തിരുന്നു. ഇപ്പോൾ ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ഇന്നലെ പുൽപ്പള്ളിയിലെ സംഭവങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. 103 പേർക്കെതിരെയാണ്, 100 കണ്ടാൽ അറിയാവുന്ന 100ഓളം പേർക്കെതിരെയും 3 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇന്ന് 144 പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും MP-യുടെ സന്ദർശനമുള്ളതിനാലും പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലത്തെ പ്രശ്നങ്ങളുടെയൊക്കെ അവസ്ഥയിൽ ഇന്ന് വീണ്ടും കടുവ ഇറങ്ങിയിട്ടുണ്ട്. അതായത് 56 എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നലെ രാവിലെ വനം വകുപ്പിന്റെ ജീപ്പിന് മുകളിൽ ഒരു പശുവിന്റെ ജഡം വെച്ചിരുന്നല്ലോ. ആ പശുവിനെ ആക്രമിച്ച അതേ സ്ഥലത്ത് ഇന്നലെ അനീഷ് എന്ന് പറയുന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തലനാരിഴയ്ക്കാണ് കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അദ്ദേഹം പേടിച്ച് വിരണ്ട് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. അതേസമയം എൽദോസ് എന്ന് പറയുന്ന ഒരാളുടെ പശുക്കുട്ടിയെയും ഇന്നലെ കടുവ ആക്രമിച്ചിട്ടുണ്ട്. പുൽപ്പള്ളി പ്രദേശങ്ങളിൽ ഭീതിജനകമായ വിധത്തിലാണ് കടുവയുടെ ആക്രമണ ഭീതി നിലനിൽക്കുന്നത്.